ഇപ്പോൾ പ്രദേശവാസി പ്രദേശവാസി അജിത് സി ഗോപാൽ നമ്മളോട് ചെയ്യുന്നു. അജിത്ത്, നിലവിൽ കടുവ കൂട്ടിൽ തന്നെയാണോ? നിലവിൽ കടുവയുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? സ്ഥിതി എന്താണ്? കടുവയെ 11:30 കൂടിയാണ് കടുവ കൂട്ടിൽ അകപ്പെടുന്നത്. അമരക്കുനിക്ക് അപ്പുറം തൂപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് കേശവന്റെ ആടിനെ പിടിച്ചതിന്റെ പരിസരത്ത് വെച്ച കൂടിനകത്താണ് കടുവ കയറിയിട്ടുള്ളത്. 7:30 മണിയോടുകൂടി നമുക്ക് കിട്ടിയ വിഷ്വലിനകത്ത് കടുവ മൂവ് ചെയ്യുന്ന ദിശയും ഈ കൂടിന്റെ ദിശയിലേക്കാണ്. പക്ഷെ കടുവ ആ സമയം കൂട്ടിൽ വീണിട്ടുണ്ടായിരുന്നില്ല. കടുവ പിന്നീട് അതിനുശേഷവും മറ്റു സ്ഥലങ്ങളിലേക്ക് പോയതിനു ശേഷമാണ് ഈ കൂടിലേക്ക് വീണ്ടും വന്ന് 11:30 വീഴുന്ന സ്ഥിതി ഉണ്ടായത്. വനപാലകർ ഈ കൂട് ഒരു ആട്ടിൻകൂട് പോലെ രൂപമാറ്റം വരുത്തിക്കൊണ്ടാണ് കടുവയെ ട്രാപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം കടുവ മുമ്പ് കൂട്ടിനകത്ത് വീണ ഒരു പരിചയമുള്ള കടുവയാണെന്ന് ഇവർക്ക് തിരിച്ചറിയുന്ന നിലയുണ്ടായിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഒരു ആട്ടുംകൂടിന്റെ ഷേപ്പിലേക്ക് ഇവർ കൊണ്ടുവെക്കുന്ന കൂട് മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ലൈവ് ആട് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ കൂട്ടിനകത്തേക്കാണ് കടുവ ഇപ്പോൾ വീഴുന്ന നിലയുണ്ടായിട്ടുള്ളത്. അപ്പൊ എന്തായാലും പ്രദേശവാസികളെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിലാണ്. വനപാലകരുടെ ഇടപെടൽ അത് വളരെ മികച്ച രീതിയിലുള്ള ഇടപെടൽ ഫലം കണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത്. അവരെ വല്ലാതെ അഭിനന്ദിക്കുന്ന നിലകൂടി ഇപ്പോൾ ഉണ്ട്. ശരി, സന്തോഷം. എന്നാൽ അപ്പുറത്തേക്ക് ആശ്വാസകരമായ മണിക്കൂറുകൾ. ഇനി സ്വസ്ഥമായി ഉറങ്ങാം അജിത്ത്. പക്ഷേ ഈ കടുവയെ നിങ്ങൾ കണ്ടോ? അതൊരു അങ്ങേറ്റം ക്ഷീണിതരായിട്ടാണ് അനുഭവപ്പെടുന്നത്. അങ്ങനെ തന്നെയാണോ ഉള്ളത്? അതിന് ഇടതുവശത്തെ കൈയില് ഒരു വലിയ മുറിവ് ഉള്ളതായി ഇപ്പൊ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇടത് കൈയിൽ ഒരു മുറിവുണ്ട്. ആ മുറിവ് ഉള്ളത് കൊണ്ടാണ് കടുവയെ സംബന്ധിച്ച് അതിന് ആരോഗ്യ പ്രശ്നം നിലനിൽക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. നേരിട്ട് കണ്ടതാണ് കടുവയെ. കണ്ടിപ്പോ അത് കൂട് ട്രാക്ടറിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കിരളം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് അതിനിപ്പോ ആദ്യമായി കൊണ്ടുപോകുന്നത്. അവിടുന്ന് വേണ്ട പരിചരണം കൊടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോഴും ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനെ ട്രാക്ടറിലേക്ക് കയറ്റി ഇരുളത്തേക്ക് കൊണ്ടുപോവുകയാണല്ലേ? ട്രാക്ടറിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കൂട്. ഓക്കെ, അജിത് കെ ഗോപാൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് എന്തായാലും ആശ്വാസകരമായ വാർത്ത. അജിത് കെ ഗോപാൽ അടക്കം ആ പ്രദേശവാസികൾക്ക് ഒരു 10-11 ദിവസം അവരനുഭവിച്ച ഭീതിയില്ലാതെ ഉറങ്ങാമെന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല. സുജിത്ത് ടൈപ്പ് ചെയ്യുന്നു. സുജിത്ത്, നേരത്തെ മിനിസ്റ്ററുമായി സംസാരിച്ചപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ അക്ഷീണ പ്രയത്നമാണ് വനം വകുപ്പ് ഇവിടെ നടത്തിയത്. അതിനപ്പുറത്തേക്കൊരു ശാശ്വത പരിഹാരം എന്ന കോണ്ടക്സ്റ്റിൽ കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ ത്വരിത നടപടികൾ വേണം. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഭീതി തുടർക്കഥയാകുന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് ഈ കടുവയിറങ്ങിയ നാളുകളെന്ന് പറയുന്നത് അവിടെ കാപ്പി വിളവെടുപ്പിന്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ തോട്ടത്തിൽ പോലും ആകാതെ ദുരിതമനുഭവിച്ച കർഷകരുണ്ട്. അവരുടെയൊക്കെ വേദനകൾ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. എന്തായാലും അമരക്കുനിയിലെ കടുവ കൂട്ടിലായിരിക്കുന്ന വാർത്ത വരുന്ന മണിക്കൂറാണ്. ഈ വാർത്തകളിലേക്ക് തിരികെ വരാം വളരെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം.